സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിലെ ഔദ്യോഗിക ഗാർഡിയൻ എഡിറ്റോറിയൽ അക്കൗണ്ടുകളിൽ ഇനി പോസ്റ്റ് ചെയ്യില്ലെന്ന് വായനക്കാരെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദ ഗാർഡിയന്റെ ഏറ്റവും പുതിയ പോസ്റ്റാണിത്. ബ്രിട്ടീഷ് മാധ്യമമായ ദ ഗാർഡിയൻ സമൂഹ മാധ്യമമായ എക്സിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. ടോക്സിക്കും ഡിസ്റ്റർബിംഗുമായുള്ള കണ്ടന്റുകളാണ് എക്സിലൂടെ പുറത്തുവിടുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാർഡിയൻ വളരെ കാലമായുള്ള എക്സുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. കുറച്ചധികം കാലമായി എക്സിൽ പോസ്റ്റ് ചെയ്തത് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ കരുതുന്നുണ്ടെന്നും ഗാർഡിയൻ അറിയിച്ചു. എന്തുകൊണ്ടാണ് ഈ പിന്മാറ്റം? എലോൺ മസ്ക് സ്വന്തമാക്കിയതിനു ശേഷം എക്സിൽ വംശീയതയും വിദ്വേഷ പ്രചരണവും വ്യാപകമായെന്ന് ആരോപിച്ചാണ് ഈ നടപടി. ഇനി വാർത്തകളും ചിത്രങ്ങളും എക്സിൽ പങ്കുവെക്കില്ല. തുടർന്ന് എക്സിൽ തുടരുന്നത് ഗുണത്തെക്കാൾ ദോഷമാണ് ചെയ്യുകയെന്നും ഗാർഡിയൻ പ്രസ്താവനയിൽ പറഞ്ഞു. വിഷം വമിക്കുന്നതും വംശീയത നിറഞ്ഞതുമാണ് എക്സ് എന്നും മസ്ക് തന്റെ സ്വാധീനം ഉപയോഗിച്ച് രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താൻ ഈ പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്തുന്നുവെന്നും ഗാർഡിയൻ ആരോപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ചിരുന്ന മസ്കിനെ പുതിയ സർക്കാരിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയെ നയിക്കാൻ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാർഡിയൻ നേരിട്ട് ആർട്ടിക്കിളുകൾ എക്സിൽ പോസ്റ്റ് ചെയ്യില്ലെങ്കിലും വായനക്കാർക്ക് തങ്ങളുടെ ആർട്ടിക്കിളുകൾ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവയ്ക്കാൻ സാധിക്കും. 2022 ട്വിറ്ററിനെ മസ്ക് ഏറ്റെടുത്തതിന് ശേഷമാണ് എക്സ് എന്ന പേര് മാറ്റിയത്. ഇതിന് പിന്നാലെ പ്ലാറ്റ്ഫോമിന്റെ വിശ്വസ്തതയിൽ വൻ ഇടിവ് സംഭവിച്ചതായി വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ദ ഗാർഡിയന് എക്സിൽ 10.7 ദശലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. 2022 എലോൺ മസ്ക് ട്വിറ്റർ വാങ്ങിയതിനു ശേഷം പ്ലാറ്റ്ഫോം വിടുന്ന ആദ്യത്തെ വലിയ മാധ്യമ സ്ഥാപനമാണ് ദ ഗാർഡിയൻ. വിദ്വേഷം പ്രചരിപ്പിക്കാനും തന്റെ താല്പര്യങ്ങൾക്കുമായി മസ്ക് എക്സിനെ ഉപയോഗിക്കുന്നുവെന്നാണ് വിമർശകരുടെ പ്രധാന ആരോപണം.